വിൻസെൻ്റ് മാഷിൻ്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകത എനിക്ക് തോന്നിയത് വിൻസെൻ്റ് മാഷ് പാട്ടുകളുടെ പിക്ചറൈസേഷൻ, അത് എന്താ പറയണ്ടത്, വളരെ ന്യായമായിട്ട് നമ്മുടെ മലയാളികൾക്ക് ആദ്യമായിട്ട് കാണിച്ചു തന്ന ഒരു സംവിധായകൻ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അദ്ദേഹം ഒരു ക്യാമറാമാനും കൂടാണ്. അപ്പോൾ ഈ ക്യാമറ കണ്ണിലൂടെ ഒരു സംവിധായകൻ ഒരേ ആൾ നോക്കുമ്പോൾ ഉള്ള സുഖം നമുക്ക് എല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗന്ധർവ ക്ഷേത്രം എന്നുള്ള സിനിമയിലെ ഇന്ദ്രവല്ലരി പൂജൂടി വരും അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അത് ഈ പ്രത്യേകിച്ച് ഈ ഒരു പാട്ടിൻ്റെ പിക്ചറൈസേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കാണുമ്പോൾ ഇതിൽ നമ്മുടെ നസീർ സാറ് ഗന്ധർവനായിട്ടാണ്. പിന്നെ ഈ ഗന്ധർവൻ വരുന്ന ആ ഒരു സെറ്റെന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട് വേറെ ലെവലിലുള്ള, അന്നത്തെ കാലവും ആലോചിക്കണം, അന്നുള്ള ടെക്നോളജി നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ആ സമയത്ത് ഷൂട്ട് ചെയ്തതാണ് ഈ സെറ്റ് ഇട്ടേക്കുന്നത്. പിൽക്കാലത്ത് വളരെ വളരെ ഫേമസായ, നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഭരതേട്ടനാണ് ഇതിന് സെറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഈ പടം ഒരു പക്ഷേ ഈ ചിത്രീകരണം കണ്ടിട്ടില്ല, ചിത്രീകരണമല്ല, ഇതിൻ്റെ പാട്ട് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് ഡെഫിനറ്റായിട്ട് കേൾക്കണം. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും അതിമനോഹരമായിട്ടുള്ള പാട്ടാണ് അത്. വിൻസെൻ്റ് മാഷ് അത് പിക്ചറൈസ് ചെയ്യുന്ന വിധവും, നസീർ സാറ് ഗന്ധർവനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഗാനഗന്ധർവൻ പാടിയിട്ടുമുണ്ട്. ഈ പാട്ട് എനിക്ക് വളരെ വളരെ പ്രിയങ്കരം. ഒരു നിമിഷം കൊണ്ടൊരു മധുരയാക്കൂ, ഉണരുമി സർപ്പലതാസദനം, ഒരു നിമിഷം കൊണ്ടൊരു മധുരയാക്കൂ, മാരോത്സവങ്ങളിൽ ചുണ്ടോടടുക്കുമൊരു മായാമുരളിയാക്കൂ, എന്നെ നിൻ മായാമുരളിയാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദരഹേ മന്ദരാത്രി, എന്നെ നിമ്മാതിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. രണ്ട് ഗന്ധർവന്മാർ പാടിയിട്ടുള്ള ഒരു ഗന്ധർവ ഗാനമാണിത്. കാര്യം ആലോചിക്കുമ്പോൾ വസുമതി ഋതുമതി, കാര്യം ഒരു ഗന്ധർവ സങ്കല്പത്തിലുള്ള ഒരു പാട്ടാണത്. ഇതിൽ ദാസേട്ടൻ ഒരു ഗന്ധർവനാണ്, പിന്നെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഗന്ധർവനാണ്. അങ്ങനെയാണ് ഈ പാട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എനിക്ക് തോന്നുന്നത് ദേവരാജൻ മാഷ് ഈ ഗന്ധർവ ഗാനം ഉണ്ടാക്കിയിട്ടുള്ളത് കാര്യം ഇതിൻ്റെ ഒരു നമ്മൾ പാട്ടിനെ എടുത്തു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പ്രത്യേക ഒരു രാഗത്തിൽ അങ്ങോട്ട് ഇത് ആണോ എന്ന് സംശയമുണ്ട്. എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാര്യം ഇതിൻ്റെ മിക്സിങ് എനിക്ക് തോന്നുന്നത് ഒരു ഗന്ധർവ ഗാനം ആയതുകൊണ്ട് തന്നെയാണ്, ഈ സ്വരങ്ങളെ കൊണ്ടാണ് സാറിൻ്റെ അകത്ത് ഒരു ഗന്ധർവം ഉണ്ടാക്കിയിട്ടുള്ളത്. മൂഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് കംപ്ലീറ്റ്. ഇതൊരു മൂഡ് ക്രിയേഷനാണ് ശരിക്കും ആലോചിക്കുമ്പോൾ, നമ്മൾ ആലോചിക്കുമ്പോൾ. വസുമതി ഋതുമതി ഇനിയുണരൂ, ഇവിടെ വരൂ, ഈ ഇന്ദു പുഷ്പഹാരമണിയൂ, മധുമതി വസുമതി ഋതുമതി ഇനിയുണരൂ, ഇവിടെ വരൂ, ഈ ഇന്ദു പുഷ്പഹാരമണിയൂ, മധുമതി. ഗന്ധർവ ക്ഷേത്രത്തിലെ ഗന്ധർവൻ്റെ വരവ്, ഗന്ധർവൻ അല്ലെങ്കിലും ഈ പെൺകുട്ടിയുടെ മനസ്സിലൊരു ഗന്ധർവനെ പോലെയാണ്. അതിനകത്ത് ചരണത്തിൽ ആ ഷോട്ട് ഇങ്ങനെ തുടങ്ങുന്നത് വെച്ചാൽ ഈ ഗന്ധർവൻ്റെ കൈ ഇങ്ങനെ വരുന്നത്, അതിനെന്തോ ഒരു പ്രത്യേക എന്തോ ഒരു അഴകാണ്. അതുപോലെ തന്നെ എന്തോ അതിനകത്ത് എന്തോ നിഗൂഢത ഉള്ളതുപോലെ ഈ പെൺകുട്ടി ഇങ്ങനെ വിസ്മയത്തോടെ ഈ കഥാപാത്രത്തെ നോക്കിയിരിക്കുമ്പോൾ നമ്മളും അതിൻ്റെ ഒരു ഭാഗമായി മാറുന്നത് ഈ കഥാനായകൻ്റെ പാട്ടിൽ മാത്രമല്ല, ചലനങ്ങളിൽ കൂടിയാണ്. അങ്ങനെയുള്ള ചിത്രീകരണ സൗന്ദര്യം വിൻസെൻ്റ് മാസ്റ്റർക്ക് മാത്രം പറഞ്ഞു. ശൃംഗാരമോഹിനി